നമസ്കാരം. സ്വപ്നസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇരിക്കണോ? സുഖമായിരിക്കണോ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്വാൻ വാലിയിലേക്കാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാൻ വാലി ആണ് ഈ സ്ഥലം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് സ്വാൻ വാലിയാണ്. സ്വാൻ വാലിക്ക് നല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനോഹരമായ സ്ഥലമാണ്. മാത്രമല്ല ഇവിടെയാണ് ചോക്ലേറ്റ് കമ്പനിയും പിന്നെ നട്ട്സ് ഫാക്ടറി ഔട്ട്ലെറ്റുകളും വൈനറീസും നല്ല നല്ല ഫുഡുകളും പിന്നെ ഹണി ഇങ്ങനെയൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് കേട്ടോ ഈ സ്വാൻ വാലി. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിസ്ലേഴ്സ് ചോക്ലേറ്റ് കമ്പനിയിലേക്കാണ്. ഇവിടെ നല്ല ഫ്രഷ് മെയ്ഡ് ചോക്ലേറ്റ് കിട്ടും. പല തരത്തിലുള്ള ചോക്ലേറ്റിൻ്റെ ഒരു മായാലോകത്തേക്കാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ കൂട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മെയ്ഡ് ചോക്ലേറ്റുകൾ അവിടെ ഇഷ്ടംമാതിരി ഉണ്ടാവും. പല തരത്തിൽ പല സൈസുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ബാറായിട്ടുള്ള ചോക്ലേറ്റുകളുണ്ട്. പല തരത്തിലും ഉണ്ടാവും കേട്ടോ അവിടെ. നല്ല ഫ്ലേവേഴ്സുകളുണ്ട്. നല്ല മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, നല്ല ചോക്ലേറ്റ് നട്ട്സുകൾ, മിക്സ്ഡ് ആയിട്ടുള്ള നട്ട്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്നത് കണ്ടോ ഒരു ഷോക്കേസ് പീസ്, ഇത് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്ഭുതമായിട്ടുണ്ടല്ലേ? അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ. ഇത് ഞാൻ ഈ ഫോട്ടോ എടുക്കൽ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കൽ കുറച്ച് പതിവ് തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷേ ഇത് മെൽട്ടാവാതെ എങ്ങനെ എത്ര കാലമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതപ്പം ഞാൻ ചിന്തിക്കാറില്ല, അതിനുശേഷം ഞാനൊന്ന് ചിന്തിക്കാറുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു ബാറിൻ്റെ വില. പല തരത്തിലുള്ള വിലകളുണ്ട്. അതിൻ്റെ ഗ്രാം അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. മിൽക്ക് ചോക്ലേറ്റുകളും നല്ല വിശേഷമായൊരു പൊതിയിലിങ്ങനെ കണ്ടു. നമ്മൾ അട്രാക്റ്റ് ചെയ്യണ തരത്തിലുള്ള അവരുടെ ഒരു പ്രസൻറ്റബിളായിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കണ്ടോ, അതാണ് കേട്ടോ കൂടുതൽ അട്രാക്ഷൻ ചെയ്യണത്. പിന്നെ അതേമാതിരി അവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐഡിയാസ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കണ്ടു. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് അവിടെ അടുത്ത് തന്നെ മോറിഷ് നട്ട്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ മക്കഡാമിയ നട്ട്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് മാത്രമല്ല പലതരത്തിലുള്ള നട്ട്സുകൾ അവിടെ കിട്ടും. പിന്നെ ഇത് വന്നിട്ട് ഹൗസ് ഓഫ് ഹണി എന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്മൾ വിസിറ്റ് ചെയ്തു. ഇത് അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഹണി കേക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല രുചിയുള്ളൊരു ഹണി കേക്കാണ്. പിന്നെ ഇത് വന്നിട്ട് മേസൺ സെൻറ്റ് ഹൊണാറെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. അവിടെ ഫ്രഷ് മെയ്ഡ് മക്കറോൺസ് അതും കിട്ടും. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്വാൻ വാലിയിലെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ പോവാത്ത കുറച്ച് ഇടങ്ങളുണ്ട്. വൈനറീസും പിന്നെയും കുറച്ച് ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ ഉണ്ട്. അവിടേക്കും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഈ മക്കറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രഷ് മെയ്ഡ് ആയ കാരണം ഇതിൻ്റെ ഒരു സ്വാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്വാദാണ്. ഞാൻ ഒരെണ്ണം കാരണം ഇതിലെല്ലാത്തിനും ഡിഫറെൻറ്റ് സ്വാദുകളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവേഴ്സുകൾ വ്യത്യാസമുണ്ട്, കളറ് മാറുന്ന പോലെ തന്നെ. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊക്കക്കോളയുടെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, അതിൻ്റെ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയണത് പെർത്ത് എയർപോർട്ടിൻ്റെ അടുത്തൊരു DFO ഉണ്ട്, ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ്. അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ കോസ്മെറ്റിക് സെൻറ്റർ, ഒരു കോസ്മെറ്റിക് ഷോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മാക്കിൻ്റെ ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വെറൈറ്റി ആയിട്ടൊരു ഷെയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട്. കാരണം എപ്പോഴും ഞാൻ പറയണ പോലെ വെറൈറ്റി. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഏത് വീഡിയോയിലാണോ ഒരു വെറൈറ്റി ഇല്ലാത്തതെന്നുള്ളത് അല്ലേ? അതൊന്നും ഇല്ലടോ. ചുമ്മാ ഞാനിങ്ങനെ എൻ്റെ കയ്യിലില്ലാത്തത് ഏതാണെന്നാണ് നോക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോട്ട് കണ്ടു ഞാൻ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു കടയിലെത്തിയപ്പോൾ അത് ഗസ്സിൻ്റെ ഒരു കടയായിരുന്നു. ആ കടയിൽ ഇൻഡിവിജ്വൽ ഷോപ്പാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ ഗസ്സിൻ്റെ ഒരു കോട്ട്, ഈ കോട്ട് ഇങ്ങനെ അതിൽ മറിച്ചും തിരിച്ചും നമുക്ക് വേണമെങ്കിൽ ഇടാം, അങ്ങനെ ഒരു കോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് കമൻസ് തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.